ആ, അമ്മ കൂടെ നിക്കണോ മോളെ? അത് പാടില്ലല്ലോ അമ്മേ. മത്സരത്തില് ഞാൻ ഒറ്റയ്ക്ക് പങ്കെടുക്കാനല്ലേ പാടുള്ളൂ. അമ്മ പോയി കിടന്നോ? ഞാനിതൊക്കെ കുറച്ചും കൂടി ചെയ്തിട്ട് അങ്ങ് കിടന്നോളാം. കുറെയൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു. ഇനി കുറച്ചുകൂടി ഉള്ളു അമ്മേ. ആ, അടുക്കളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. മോളുടെ ഈ ആത്മാർത്ഥത കാണുമ്പോൾ എനിക്ക് അഭിമാനമാ തോന്നുന്നേ. ശരി, അമ്മ പോയിക്കോ അമ്മേ. ഏട്ടത്തെ എങ്ങാനും എഴുന്നേറ്റ് വന്നാ അമ്മ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നാ ശരി മോളെ, കഴിഞ്ഞിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ. ശരി. ആ പണി അങ്ങനെ തീർന്നു. കല്യാണത്തിന് മുമ്പ് അമ്മ പറയുമായിരുന്നു, എവിടെയെങ്കിലും ചെന്ന് കേറിയാ എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണോന്ന്. അന്നത് കേട്ടുമില്ല. അതിന്റെ ടെൻഷനാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ചെറിയമ്മയ്ക്ക് നന്നായിട്ട് പാചകം അറിയാലോ. മുൻപ് ചില വിഭവങ്ങൾ ഞാൻ കഴിച്ചിട്ടുമുണ്ട്. അതിന് ഈ 2-3 സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണം. ഇന്നലത്തെ പ്രിയങ്കയുടെ പാചകം പൂർണ്ണ പരാജയം ആയതുകൊണ്ട് എല്ലാവർക്കും വിധി പറയാൻ എളുപ്പമായിരിക്കും. അതിനിപ്പോ ഞാൻ സഹായിക്കണം അല്ലേ? ആ, പിന്നല്ലാതെ ഞാനിപ്പോ വേറെ ആരെ തേടി പോവാനാ? ഞാൻ മുമ്പ് പാചകം ചെയ്തിട്ടുണ്ട്, ചില സ്പെഷ്യൽ വിഭവങ്ങൾ. അതെ, എന്റെ തറവാട്ടിൽ നിന്ന് പഠിച്ചതാ. പക്ഷെ ഇപ്പൊ ടച്ച് വിട്ടു പോയില്ലേ? ചെറിയമ്മേ, വെറുതെ ഡിമാൻഡ് കൂട്ടല്ലേ. ഈ വിഷയത്തില് കണ്ണും പൂട്ടി ചെറിയമ്മ എന്റെ കൂടെ നിക്കാന്ന് വാക്ക് തന്നതാ, അറിയാലോ. ആ, പിന്നെ പ്രിയങ്ക എന്നോട് സഹായം ചോദിച്ചിട്ടുണ്ട്. കിട്ടുന്ന മാലയുടെ വിലയുടെ നേർപകുതി അതവൾ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ അതിനിടയിൽ അങ്ങനെ ഒരു ബിസിനസ് നടന്നല്ലേ? എങ്കി പിന്നെ ചെറിയമ്മ അവളുടെ കൂടെ നിന്നോ. ഇത്രയും നാളും കൂടെ നിന്ന ആളെ ഒറ്റ കൊടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ. കണിമംഗലത്തെ മരുമകളായി ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടേയില്ല. അതിനുള്ള യോഗ്യത അവൾക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. പാരമ്പര്യവും പ്രൗഢിയുള്ള കുടുംബത്തിൽ ജനിച്ച് നീ തന്നെ ജയിച്ചാ മതി. അവള് പറഞ്ഞ ഓഫർ ചെറിയമ്മയുടെ മനസ്സിൽ കിടന്ന് കളിക്കല്ലേ. മാല സ്വന്തമായിട്ട് കിട്ടിയ ഞാനും അത് തന്നെ ചെയ്യാം. എങ്കിൽ ശരി, ഈ പാചക മത്സരത്തിൽ നിന്നെ ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്താ. കണിമംഗലത്തുകാര് ഒരേ സ്വരത്തില് നിന്റെ പാചകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. ഞാൻ പ്രൗഢിക്കും പ്രതാപത്തിനൊന്നും ചേരില്ല. ഈ പാചകത്തിൽ എനിക്കൊന്ന് കാണണം.
കൊലുസിടാൻ വേണ്ടി കാല് വെച്ച വേറൊന്നും പറ്റില്ല കേട്ടോ.